തെളിയിച്ചിട്ടുള്ള സീക്കിംഗ് ഹെലികോപ്റ്ററുകളിലേക്കാണ് ഇപ്പോഴതാ ഓരോരുത്തരായി നമ്മുടെ മാർക്കോസ് ഈ രണ്ട് പേർ വീതം 2 സൈനികർ വീതം അതാ ആ ഹെലികോപ്റ്ററിന് മുകളിലേക്ക് കയറിലങ്ങനെ വരുന്നു. മുകളിൽ നമ്മുടെ ദേശീയ പതാകയുണ്ട്. തൊട്ട് താഴെ ഒരു 2 മാർക്കോസ് കമാൻഡോസ്, 2 മറൈൻ കമാൻഡോസ്, അതിന് താഴെ വീണ്ടും 2 മറൈൻ കമാൻഡോസ്, പിന്നെ വീണ്ടും നേവൽ എൻസയും നേവിയുടെ പതാക. അവർ ഒപ്പം അതാ മുകളിൽ നിന്ന് പ്ലെയറുകളും ഇട്ടുകൊണ്ട് അങ്ങനെ ഒരേ ഡ്രോപ്പിൽ 4 ജവാന്മാരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആ സീക്കിംഗ് ഹെലികോപ്റ്റർ അങ്ങനെയാണ് ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറുവശത്ത് വീണ്ടും ഒരു ഭാഗം മാർക്കോസ് കമാൻഡോസ് കടലിലുണ്ട്. അവരുടെ പ്രകടനങ്ങൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള ആക്രമണം ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവിടെ ആ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നു. ഇങ്ങനെയാണ് മാർക്കോസ് കമാൻഡോസ് കടലിലുള്ള പല ഇൻസ്റ്റലേഷൻസിലേക്കും അറ്റാക്ക് നടത്തുന്നത് എന്നുള്ളത് കൂടിയാണ് അവർ ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓരോ സമയവും കൃത്യം എത്ര മിനിറ്റിനുള്ളിൽ എത്തണം, എത്ര മിനിറ്റിനുള്ളിൽ ഈ മിഷൻ പൂർത്തിയാക്കണം, മടങ്ങണം, എപ്പോൾ എക്സ്പ്ലോഷൻ നടന്നിരിക്കണം, കൃത്യമായ കാൽക്കുലേഷൻ, ഓരോ സെക്കൻഡും കണക്കിലെടുത്തുകൊണ്ടുള്ള, ഓരോ മിനിറ്റും കണക്കിലെടുത്തുകൊണ്ടുള്ള കൃത്യമായ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീലിമ, ഇനിയും ഇവിടെ വിമാനങ്ങളടക്കം എത്തി ഈ പറയുന്ന പ്രകടനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മാർക്കോസിൻ്റെ പ്രകടനം തന്നെയാണ് എന്ന് പറയാം. കടലിൽ അകലെ കൂടുതൽ മാർക്കോസിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോഴതാ അകലെ നിന്നും വീണ്ടും INS വിക്രാന്ത്, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇത്രയും നേരം കാത്തുകൊണ്ടിരുന്ന INS വിക്രാന്ത് അതാ ശംഖുമുഖത്തിൻ്റെ തീരത്തേക്ക് വരികയാണ്. ആത്മനിർഭർ ഭാരതത്തിൻ്റെ ശേഷി എന്താണെന്ന് ലോകത്തെ വിളിച്ചറിയിക്കുന്ന, പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തതയുടെ വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നമിടുന്ന ആ വലിയ ലക്ഷ്യങ്ങൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രതീകമായി മാറിയിരിക്കുന്ന INS വിക്രാന്ത്, തദ്ദേശീയമായി നിർമ്മിച്ച ഭൂരിപക്ഷം പാർട്ടികളും തദ്ദേശീയമായി നിർമ്മിച്ച INS വിക്രാന്താണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. INS വിക്രാന്തിൻ്റെ മുകളിൽ ഒരു ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഒരു ഹെലികോപ്റ്റർ ഇൻസ്പെക്ഷൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് 2 ഹോക്ക് 2 ട്രെയിനിങ് ജെറ്റുകൾ ശംഖുമുഖത്തിൻ്റെ ആകാശത്ത് അങ്ങനെ പറന്ന് പോവുകയാണ്. അതിവേഗത്തിൽ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്നെ ആ ട്രെയിനിങ് ജെറ്റുകൾ അങ്ങനെ പറന്നു പോകുന്നുണ്ട്. സീഹോക്ക് ട്രെയിനിങ് ജെറ്റുകളാണ് ഈ പറന്നു പോകുന്നത്. നാവികസേന ഉദ്യോഗസ്ഥർ പരിശീലനത്തിനും മറ്റും ഉപയോഗിക്കുന്ന ജെറ്റുകളാണ് സീഹോക്കുകൾ. കൂടുതലും പരിശീലന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ നാവികസേന ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിവേഗത്തിൽ വട്ടം ചുറ്റി കറങ്ങിക്കൊണ്ട് ശംഖുമുഖത്ത് ഈ സായാഹ്ന സൂര്യനെ ആ വെയിലിൽ ആ നിറത്തിനൊപ്പം തന്നെ ഒരു പൊട്ടുപോലെ ഇപ്പോഴിതാ വീണ്ടും നമ്മൾക്കടുത്തേക്ക് ശംഖുമുഖം തീരത്തിനടുത്തേക്ക് ആ സീഹോക്ക് ജെറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിവേഗത്തിൽ പറയുന്നു ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു ഈ പറയുന്ന രീതിയിൽ അതിവേഗത്തിൽ പറന്നുകൊണ്ട് ഒരു എജിലിറ്റി നമ്മളെ കൃത്യമായി കാണിക്കുന്നുണ്ട്. ഏത് വശത്തേക്കും വെട്ടിത്തിരിയാനുള്ള അതിൻ്റെ ഒരു ശേഷി, ആ സീഹോക്ക് ജെറ്റുകളുടെ ശേഷി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വിമാനത്തിൻ്റെ ശേഷി എന്നപ്പുറത്തേക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ നാവിക സേനയുടെ എയർ വിഭാഗത്തിൻ്റെ, വ്യോമ വിഭാഗത്തിൻ്റെ അവിടുത്തെ പറയുന്ന പൈലറ്റുകളുടെ കരുത്തും ശേഷിയും കൂടിയാണ് ഈ മെനൂവറബിലിറ്റി ഈ പറയുന്ന രീതിയിൽ ഈ ഏരിയൽ ഷോയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് എന്നുള്ളത് പറയേണ്ടി വരുന്നു. ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കണം. അതാ വളരെ അടുത്തുകൂടി വെട്ടിപ്പറന്നുകൊണ്ട് പോകുന്ന 2 ജെറ്റുകളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ വീണ്ടും അവർ ഈ ആകാശത്തുണ്ടതാ. ഇപ്പോൾ തീരത്തോട് ചേർന്ന് ഈ വിമാനം പറക്കുകയാണ്. വലിയ ശബ്ദമാണ്. ഇപ്പോൾ അവ ആകാശത്തേക്ക് പോകുമ്പോൾ വീണ്ടും INS വിക്രാന്ത് ഇവിടേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ സായാഹ്ന സൂര്യന്റെ വെളിച്ചമേറ്റുകൊണ്ട് ഭാരതത്തിന്റെ ഏറ്റവും അഭിമാനകരമായ പടക്കപ്പൽ നാവിക യുദ്ധ ചരിത്രത്തിൽ ഭാരതത്തിന്റെ നാവിക ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായങ്ങളിലൊന്നായ INS വിക്രാന്ത് അത് നമുക്കടുത്തേക്ക് കടന്നു വരുന്നു. ഇനി നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഈ MiG-29K, ഇന്ത്യയുടെ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകളിലൊന്ന് MiG-29K. ആ വിമാനങ്ങൾ ഇപ്പോൾ നമുക്ക് INS വിക്രാന്തിൽ നിന്ന് ഒരു MiG-29K പറന്നുയരും. അതിനുശേഷം കുറച്ചു നേരം വട്ടം ചുറ്റിയതിനു ശേഷം തിരിച്ച് INS വിക്രാന്തിലേക്ക് തന്നെ അത് പറന്നിറങ്ങും.
ബ്ലാക്ക് പാന്തറുകൾ എന്നാണ് MiG-29K നമ്മൾ വിളിക്കുന്നത്. അതിന് ചരിത്രപരമായിട്ടുള്ള രാജ്യത്തിൻ്റെ കരിമ്പുലികളാണ് അവർ. ചരിത്രപരമായിട്ടുള്ള ഇപ്പോൾ അത് ആ വിമാനം പറന്നുയരുകയാണ്. MiG-29K INS വിക്രാന്തിൽ നിന്ന് INS വിക്രാന്തിൻ്റെ ടോപ്പ് ഡെക്കിൽ നിന്ന് INS വിക്രാന്തിൻ്റെ റൺവേയിൽ നിന്ന് പറന്നുയർന്ന് ഇപ്പോഴതാ ആ സായാഹ്ന സൂര്യൻ്റെ മുകളിലേക്ക് INS വിക്രാന്തിൽ നിന്നും പറന്നുയർന്ന ആ MiG-29K പോകുകയാണ്. അല്പസമയത്തും ആകാശത്ത് വട്ടമിട്ട് പറന്നതിന് ശേഷം ഈ MiG-29K തിരിച്ച് INS വിക്രാന്തിലേക്ക് തന്നെ തിരിച്ചിറങ്ങുന്ന പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്കൂ. കഴിഞ്ഞ ദിവസം പരിശീലന പറക്കലുമായി അല്ലെങ്കിൽ ഇതിൻ്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഫുൾ ഡ്രസ് റിഹേഴ്സലടക്കം നമ്മൾ ഇവിടെ എത്തുമ്പോൾ ആകാശം മേഘാവൃതമായിരുന്നു. പക്ഷേ ഇന്നതാ നോക്കൂ, സായാഹ്ന സൂര്യൻ അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. അവിടെയാണ് ഭാരതത്തിൻ്റെ ആത്മനിർഭർ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടന ഉദാഹരണമായി, ഏറ്റവും വലിയ ശേഷി തെളിയിക്കുന്ന പ്രതിരോധ രംഗത്തെ ഏറ്റവും വലിയ കരുത്തായി മാറിയ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന്, ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് INS വിക്രാന്തിന് ശേഷം ഇനി ഒരു INS വിശാൽ കൂടി രാജ്യത്തിൻ്റെ ഈ സ്വന്തം നിർമ്മിത എയർക്രാഫ്റ്റ് കാരിയറുകളുടെ പട്ടികയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. INS വിശാൽ എന്ന പേരിൽ പുതിയൊരു എയർക്രാഫ്റ്റ് കാരിയർ കൂടി ഭാരതം നിർമ്മിക്കുമെന്നുള്ള വാർത്തകൾ ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്നുണ്ട്. ആ പേരുകളിൽ ഇപ്പോഴും നമുക്ക് കൃത്യതയൊന്നുമില്ല. പക്ഷേ അപ്പോഴും അങ്ങനെ ഒരു പുതിയ വിമാനകാരി കപ്പൽ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ പണിപ്പുരയിലാണ് രാജ്യം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ശംഖുമുഖത്തെ തീരത്തെ ഒരു വലം വെച്ചതിന് ശേഷം ആ MiG-29 വിമാനം ഇപ്പോൾ വീണ്ടും INS വിക്രാന്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സിനിമകളിലൊക്കെ പലരും കണ്ടിട്ടുണ്ടാകും, നേരിട്ട് കണ്ടവർ വളരെ കുറവായിരിക്കും. ഒരു പുള്ളി സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അതിവേഗത്തിൽ വരുന്ന ഈ വിമാനത്തെ പിടിച്ചു നിർത്തുന്നത്. പക്ഷേ ഇപ്പോൾ അതൊരു ടച്ച് ഡൗൺ നടത്തി തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ വിമാനത്തിൽ ലാൻഡ് ചെയ്തിട്ടില്ല. ഒരു ടച്ച് ഡൗൺ നടത്തി ആ MiG-29 വീണ്ടും ചെറുതായി അതിൻ്റെ ഡെക്കിൽ ഒരു തൊട്ടില്ല എന്ന രീതിയിൽ ഒന്ന് താഴ്ന്നു പറന്നിട്ട് ഇപ്പോൾ അതാ വീണ്ടും MiG-29 ആകാശത്തേക്ക് പറന്നുയർന്നിരിക്കുന്നു. അപ്പോൾ ഒരു റൗണ്ട് കൂടി ആകാശത്ത് ഈ MiG-29 ഈ ഹുങ്കാര ശബ്ദത്തോടെ ഇങ്ങനെ പറന്ന് വട്ടം വെച്ച് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അത് ആ വട്ടം വെച്ച് വീണ്ടും ശംഖുമുഖത്തെ കടൽ തീരത്ത് ആ MiG-29 അതിൻ്റെ ആകാശത്ത് ഇപ്പോൾ INS വിക്രാന്തത ആ സൂര്യനൊപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നീലിവ ഇത്ര മനോഹരമാണ് ആ കാഴ്ച എന്നുള്ളതാണ്. INS വിക്രാന്തും അതിന് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സായാഹ്ന സൂര്യനും സന്ധ്യ മയങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഇത്ര മനോഹരമാണ് ആ ദൃശ്യങ്ങൾ. ഇത് നോക്കൂ, ഇപ്പോൾ ആ വിമാനം ആകാശത്ത് മേഘങ്ങൾക്കിടയിൽ എവിടെയോ ഉണ്ട്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ, കടലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൽ എങ്ങനെയാണ് ഒരു ലോകത്തെ തന്നെ ഏറ്റവും കരുത്ത് തെളിയിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോഴും സർവീസിലിരിക്കുന്ന യുദ്ധവിമാനങ്ങളിലൊന്ന് പറന്ന് താഴുന്നത് എന്നുള്ളതാണ്. അതിന് മുന്നോടിയായി അതാ വീണ്ടും ഒരു ഹീലോ ലാൻഡിംഗ് ഡെമോ എന്ന് നമുക്ക് പറയാവുന്ന പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്യിക്കുന്ന പ്രകടനമാണ് കാണുന്നത്. ഒരേ സമയം ഒന്ന് നമ്മൾ കാണുന്നത് സീക്കിംഗ് ഹെലികോപ്റ്ററാണ് എങ്കിൽ പിന്നിൽ MS-60A ഹെലികോപ്റ്ററാണ്. നീങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൻ്റെ വേഗതയ്ക്കനുസരിച്ച് സ്വന്തം വേഗത ക്രമീകരിച്ചുകൊണ്ട് ആ പൈലറ്റുകൾ എങ്ങനെ കപ്പലിലേക്ക് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു, അതിനൊപ്പം തന്നെ അവ വീണ്ടും പറന്നുയരുന്നു എന്നടക്കമുള്ള ദൃശ്യങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രകടനമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട MS-60 ഹെലികോപ്റ്ററുകളാണ് ഒരു വിമാനത്തിൽ ഉള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. MS-60 എന്ന് പറയുന്നത് MS-60 ഒരു ഈ നമ്മൾ സബ്മറൈൻസിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആൻറ്റി സബ്മറൈൻ വാർഫെയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുകളിലൊന്നാണ് ഇന്ത്യയുടെ എന്നുള്ളതാണ്. അങ്ങനെ MS-60 അതാ ഒരു വശത്ത് ലാൻഡ് ചെയ്യുന്നു. അത് ഇംഫാലാണെന്നാണ് ഞാൻ കരുതുന്നത്. മുന്നിൽ പോകുന്നത് INS കൊൽക്കത്തയും എന്ന് ഇത്തിരി ദൂരമുള്ളത് കൊണ്ട് അതിൻ്റെ മാസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കൃത്യമായി കഴിയാത്തത് കൊണ്ട് അത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. INS കൊൽക്കത്തയിലേക്ക് ഇപ്പോൾ ഒരു സീക്കിംഗ് ഹെലികോപ്റ്ററും INS ഇംഫാലിലേക്ക് അതാ ഒരു MS-60A ഹെലികോപ്റ്ററും ലാൻഡ് ചെയ്യുന്നു. സീക്കിംഗ് ഹെലികോപ്റ്റർ ഒരു ചെറിയൊരു ടച്ച് ഡൗൺ പോലെ നടത്തിയതിന് ശേഷം വീണ്ടും അത് എങ്ങനെയാണത് ആ കപ്പൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ പൊസിഷനും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതേ ദൂരം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കപ്പലിൻ്റെ കൃത്യമായ ആ ഹീലോ ഡെക്കിൽ ഒരു നിശ്ചിത ഉയരത്തിൽ ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കൂ. എന്തുമാത്രം കൃത്യതയോടെ എന്തുമാത്രം നാളുകൾ നീണ്ട പരിശീലനങ്ങൾക്കൊടുവിലാണ് അത് സാധ്യമാക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത്ര കൃത്യതയോടെ ആ പൈലറ്റ് നമുക്ക് കാണിച്ചു തരികയാണ്. മറ്റൊരു ഹെലികോപ്റ്റർ INS കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിലുണ്ട്. അങ്ങനെ 2 ഹെലികോപ്റ്ററുകളും സായാഹ്ന സൂര്യനും ഒപ്പം INS കൊൽക്കത്തയും. ആ ദൃശ്യങ്ങൾക്ക് ഇതിൽ പകരം ഭംഗി എന്ത് വേണം?
എന്നുള്ളതാണ്. അങ്ങനെ ആ പൈലറ്റ് അത് തൊട്ടില്ല എന്ന മട്ടിൽ ആ ഹീലോഡെക്കിലുണ്ട്. അതിൽ വീണ്ടും വീണ്ടും മുകളിലേക്ക് ചെറുതായി ഉയർന്നു തുടങ്ങുന്നു. ഇപ്പോൾ അത്രയും നേരം നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് പൂർണ്ണമായും ലാൻഡ് ചെയ്യാതെ, പക്ഷെ ഒരേ വേഗം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ഒരേ സ്ഥലം, ഒരേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു നാവികസേന ഹെലികോപ്റ്റർ കൃത്യമായി, ഇപ്പോൾ ഹെലികോപ്റ്റർ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും അതിൽ നിന്ന് പറന്നുയരുന്ന ഒരു രീതിയിലേക്ക് ആ ക്രമീകരണം ഉയർത്തി. ഇപ്പോൾ സീക്കിംഗ് INS കൊൽക്കത്തയിൽ നിന്ന് വിട്ടിരിക്കുന്നു. MS-60 ഇപ്പോഴും തൊട്ടു പിന്നിലുള്ള INS ഇംഫാലിൻ്റെ ഹീലോഡക്കിന് മുകളിൽ അങ്ങനെ കറങ്ങി നിൽപ്പുണ്ട്. റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. ഒരു കപ്പൽ മുന്നോട്ട് പോകുന്നു. ആ കപ്പലിനൊപ്പം തന്നെ കൃത്യമായി INS ഇംഫാലിൻ്റെ അതേ വേഗം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഹീലോഡെക്കിൽ ഒരു ടച്ച് ഡൗൺ നടത്താതെ തൊട്ടില്ല എന്നുള്ള മട്ടിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കറങ്ങി ആകാശത്ത് അങ്ങനെ നിൽക്കുകയാണ്. അതിവേഗത്തിൽ പോകുന്ന ഒരു കപ്പലാണ്, ഒരു ഡിസ്ട്രോയറാണ്. ഇന്ത്യയുടെ കൊൽക്കത്ത ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും അത്യുന്നതമായ ഡിസ്ട്രോയറുകളാണ്. ലിറ്റിൽ ബോയ്സ് എന്നാണ് ഈ പറയുന്ന ഡിസ്ട്രോയറുകളെ വിളിക്കുന്നത് ആധുനിക ഫയർഫെയറിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു കാരണമുണ്ട്. അതിവേഗത്തിൽ എവിടെയും കടന്നെത്തി വളരെ സൈസ് കുറഞ്ഞ, വളരെ ചെറിയ, സാധാരണഗതിയിലുള്ള വലിയ കപ്പലുകളെക്കാളും, പഴയ ബാറ്റിൽ ഷിപ്പുകളും വിമാനവാഹിനി കപ്പലുകളെക്കാളും ഒക്കെ വളരെ ചെറിയൊരു കപ്പൽ അതിവേഗത്തിൽ വീണ്ടും ആ ദൃശ്യങ്ങൾ ഇന്ന് ഒരുപക്ഷെ നാളത്തെ വരുന്ന പത്രങ്ങളിലൊക്കെ അതിമനോഹരമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും നീലിമ. കാരണം അത്ര മനോഹരമാണ് ഈ സന്ധ്യ എന്നുള്ളതാണ്. ശംഖുമുഖത്തിൻ്റെ ആകാശത്തിന് ഇതിലും ഭംഗിയുള്ളൊരു ദിവസം ഉണ്ടാകാൻ കഴിയില്ല. മറുവശത്ത് ആർത്തലയ്ക്കുന്ന കടൽ, അതിനൊപ്പം ഇന്ത്യയുടെ നാവികക്കരുത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള ആധുനിക യുദ്ധോപകരണങ്ങളും പടക്കപ്പലുകളും ഹെലികോപ്റ്ററുകളും, ഒപ്പം സായാഹ്ന സൂര്യൻ്റെ ആ മങ്ങിയ നിറവും ഒക്കെയായി, ആ ചുവപ്പും മഞ്ഞയും നിറഞ്ഞ നിറവുമായി അങ്ങനെ വരികയാണ്. അടുത്തതായി വീണ്ടും അതായത് ചേതക്കിൻ്റെ ഒരു പ്രകടനത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ഈ ചരക്ക് നീക്കത്തിനും അതോടൊപ്പം തന്നെ മെഡ്വാക്കേഷനും സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസിനും ഒക്കെ ഉപയോഗിക്കുന്ന ഏഞ്ചൽസ് എന്ന് വിളിപ്പേരുള്ള ചേതക് ഹെലികോപ്റ്റർ എങ്ങനെയാണ് ഈ ഒരു ആകാശത്ത് അവ വട്ടമിട്ട് പറക്കുന്നത്, അവയുടെ ഒരു വഴക്കം, അതിന് നമ്മൾ കൃത്യമായി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആ വായുവിൽ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കും. അതോടൊപ്പം തന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു പ്രകടനവും നമുക്ക് കാണാൻ കഴിയും. മാലാഖമാരെന്നാണ് ഈ ചേതക് ഹെലികോപ്റ്ററുകളെ ഇന്ത്യൻ നേവിയിൽ വിളിക്കുന്നത്. കാരണം ഏത് ദുർഘടം പിടിച്ച കാലാവസ്ഥയിലും എവിടെയും പറന്നെത്തി ഇപ്പോൾ അപകടം പറ്റിയ ഒരാളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തണമെങ്കിൽ അതിനുശേഷിയുള്ള അത്യാധുനിക നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനമായ മറ്റൊരു അഭിമാന സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച HAL നിർമ്മിച്ച ഹെലികോപ്റ്ററുകളിലൊന്ന് നാവികസേനയും വ്യോമസേനയും എയർഫോഴ്സും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മാലാഖമാർ